ദേശീയപാത മേച്ചിൽപ്പുറമാക്കി നാൽക്കാലികൾ. അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പെരുവന്താനത്തിനും മുണ്ടക്കയത്തിനുമിടയിലുള്ള ഭാഗത്താണ് കന്നുകാലികൾ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ഈ മേഖലയിലെ വീടുകളിലും സമീപത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളും വളർത്തുന്ന കന്നുകാലികളാണ് റോഡിലൂടെ അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത്. സന്ധ്യാസമയങ്ങളിലും രാത്രികാലങ്ങളിലുമാണ് ഇവർ യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നത്. കന്നുകാലികൾ റോഡിലൂടെ നടക്കുമ്പോൾ ഇരുചക്ര വാഹനയാത്രക്കാരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. ടി.ആർ. എസ്റ്റേറ്റ് അടക്കമുള്ള തോട്ടം മേഖലയിലെയും സമീപ വീടുകളിൽ നിന്നുമുള്ള പശുക്കളെയാണ് തുറസായ സ്ഥലത്ത് മേയുവാനായി പുറത്തുവിടുന്നത്. ടി.ആർ. എസ്റ്റേറ്റിൽ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി കൈതകൃഷി ആരംഭിച്ചതോടെ കന്നുകാലികൾ അടക്കം അകത്തേക്ക് പ്രവേശിക്കാതെ വേലികൾ തീർത്തിരിക്കുകയാണ്. ഇതോടെ കന്നുകാലികൾ ദേശീയപാതയുടെ ഓരത്തും ജനവാസ മേഖലകളിലും കൂട്ടമായി തമ്പടിക്കുകയാണ്. മൂടൽമഞ്ഞുള്ള സമയത്തും രാത്രികാലങ്ങളിലും ഇവ ദേശീയപാതയിലേക്ക് കയറിക്കിടക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. പലപ്പോഴും ഇത് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കും. 35 മൈലിനും മരുതുമൂടിനും ഇടയിലാണ് കന്നുകാലിക്കൂട്ടം കൂടുതലും അപകട ഭീഷണി ഉയർത്തുന്നത്. കൂട്ടത്തോടെ എത്തുന്ന കന്നുകാലികൾ ദേശീയപാത കൈയടക്കുന്നതോടെ ഈ പ്രദേശത്തോടുള്ള വാഹനയാത്ര പരിമിതമാകും. പല സമയങ്ങളിലും ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ കഴിയുന്നത്. ഇത് വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ അടക്കം വിഷയത്തിൽ ഇടപെട്ട് അപകടങ്ങൾ ഒഴിവാക്കുവാനായി പൊതുനിരത്തുകളിൽ നിന്നും കന്നുകാലികളെ ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.